Hi everyone, this is Rinsi from Groww Malayalam channel. നിങ്ങൾ നിങ്ങളുടെ സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൽ 2 BHK ജസ്റ്റ് ഫോർ 30 lakhs നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം അഡ്വർടൈസ്മെന്റ് കോർണറിൽ ഒരു ആസ്റ്ററിസ്ക് മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈക്ക് ഒരു സ്റ്റാർ മാർക്ക്. അപ്പോൾ ഈ ഒരു ആസ്റ്ററിസ്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഫിഗർ ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഓവർ ആൻഡ് എബോ എല്ലാ കോസ്റ്റും ഹൈഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ള ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങുമ്പോൾ അസോസിയേറ്റ് ഉള്ള എല്ലാ കോസ്റ്റുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പേഴ്സണൽ ഫിനാൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ക്വാളിറ്റി കണ്ടന്റ് വീഡിയോസ് ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. ഈ വേൾഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ പേർക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിലൊന്നാണ് ഇന്ത്യയിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഇൻസൈഡിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. 1000 square feet ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ്. എന്നിട്ട് ഫൈനൽ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വാങ്ങുമ്പോൾ ഉള്ള കോസ്റ്റ് നമ്മൾ 4 മെയിൻ കമ്പോണൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ വരുന്നത് അതർ റിക്കറിംഗ് ചാർജസ്, തേർഡ് വൺ വരുന്നത് ഇന്റീരിയർ കോസ്റ്റ്, ഫോർത്ത് വൺ വരുന്നത് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഓരോ എലമെന്റ്സിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 4 കമ്പോണൻസിന്റെ ടോട്ടൽ സം ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബേസിക് പ്രൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത പ്രൈസ്, അതായത് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ബോർഡിൽ കാണുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ബോർഡ് എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ മീഡിയ ആണ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി പ്രൈസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, ലൈക്ക് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഒക്കെ. എന്നാലും നിങ്ങൾ ഇതിൽ കാണുന്ന പ്രൈസ് ബേസിക് പ്രൈസ് ആണ്. അപ്പോൾ ബേസിക് പ്രൈസിൽ ലീഗൽ അതുപോലെ തന്നെ പ്രോസ്പെക്റ്റിംഗ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ജനറലി ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിൽ വരുന്നത് ആ ഒരു പ്രോപ്പർട്ടിയുടെ കാർപ്പറ്റ് ഏരിയ അല്ലെങ്കിൽ ബിൽഡപ്പ് ഏരിയ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ സൂപ്പർ ബിൽഡപ്പ് ഏരിയ ആണ്. അപ്പം ഈ 3 ടൈപ്സ് ഓഫ് ഏരിയാസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ ബേസിക് ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റിന്റെ നെറ്റ് യൂസബിൾ ഫ്ലോർ ഏരിയയിൽ നിന്ന് എക്സ്റ്റേണൽ വാൾസിന്റെ ഏരിയ എക്സ്ക്ലൂഡ് ചെയ്യും. ബട്ട് അപ്പാർട്ട്മെന്റ് ഇന്റേണൽ വാൾസിന്റെ ഏരിയ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഫ്ലാറ്റിൽ നിങ്ങൾക്ക് ഒരു കാർപ്പറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. ഇനി ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കാർപ്പറ്റ് ഏരിയ പ്ലസ് ഏരിയ കവേർഡ് ബൈ എക്സ്റ്റേണൽ വാൾസ്. അപ്പോൾ ഇതിൽ അൺയൂസബിൾ ഏരിയാസ് ലൈക്ക് ബാൽക്കണി, ടെറസ് ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. ഇനി സൂപ്പർ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ബിൽഡിംഗ് ആൻഡ് കോംപ്ലക്സിന്റെ ടോട്ടൽ ഏരിയനെ നമ്പർ ഓഫ് അപ്പാർട്ട്മെന്റ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺ സെയിൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. സൂപ്പർ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ബിൽഡപ്പ് ഏരിയ ഓഫ് ഫ്ലാറ്റ് പ്ലസ് ടോട്ടൽ ഏരിയ ഓഫ് കോമൺ സ്പേസസ് ലൈക്ക് പൂൾ, ജിം, ലോബി, പാർക്കിംഗ് സ്പേസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് ആണ്. ഇപ്പോൾ കാർപ്പറ്റ് ഏരിയനെ സൂപ്പർ ബിൽഡപ്പ് ഏരിയയിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് അഡീഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നതാണ് ലോഡിംഗ് ഫാക്ടർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർപ്പറ്റ് ഏരിയ വരുന്നത് 1000 square feet ആണ്, ലോഡിംഗ് ഫാക്ടർ വരുന്നത് 20% ആണ്. അങ്ങനെയാണ് സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത് 1000 + 20%, ദാറ്റ് ഈസ് 1200 square feet ആയിരിക്കും. ഇപ്പോൾ ലോഡിംഗ് ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസിലാണ്. ഒരു പ്രോപ്പർട്ടിയുടെ സൗകര്യങ്ങൾ അനുസരിച്ച് ലോഡിംഗ് ഫാക്ടർ ചേഞ്ച് ആവുന്നതാണ്. ബട്ട് ജനറലി ഒരു 20 to 30% ആണ് മോസ്റ്റ് കേസിലും കാണാറുള്ളത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഏരിയ ഓഫ് പ്രോപ്പർട്ടി വരുന്നത് 1000 square feet ഓർ 92 square meter ആണ്. ലോഡിംഗ് ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 20% ആണ്. അങ്ങനെയാണ് സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത് 1000 + 20%, അതായത് 1200 square feet ആയിരിക്കും. അപ്പോൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ₹4000 ആണ്. അപ്പോൾ ബേസിക് കോസ്റ്റ് ഓഫ് ഫ്ലാറ്റ് വരുന്നത് 1200 × 4000, ദാറ്റ് ഈസ് 48 lakhs ആണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ബേസിക് കോസ്റ്റ് ഓഫ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ കുറച്ച് അഡീഷൻസും കൂടി ഉണ്ട്. അതിനി നമ്മൾ മുന്നോട്ടേക്ക് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഈ സെക്കൻഡ് വൺ വരുന്നത് PLC ഓർ പ്രിഫറൻഷ്യൽ ലൊക്കേഷൻ ചാർജ് ആണ്. ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒരു ഫംഗ്ഷൻ ആണ്. സപ്പോസ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ വീട് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, അതിന്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാം അതിന് നമ്മൾ കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡിന്റെ സൈഡിലായിട്ടുള്ള വില്ല അല്ലെങ്കിൽ സീ ഫേസിംഗ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഒക്കെ ജനറലി പ്രിഫേർഡ് ലൊക്കേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4 to 5% മാർക്കപ്പ് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ ബേസിക് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടിയുടെ കൂടെ ഒരു 4% നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു 4% എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ അല്ല, അത് ഓരോ ലൊക്കേഷൻ അതുപോലെ ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കായലിലൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റിനൊക്കെ ബാക്കി നോർമൽ ഫ്ലാറ്റ്സിനേക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ഹയർ പ്രൈസ് ആയിരിക്കും. അത് വേണമെങ്കിൽ ഒരു 5% കൂടാം. അതുകൊണ്ട് തന്നെ ഹയർ PLC അതായത് പ്രിഫറൻസ് ലൊക്കേഷൻ ചാർജുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ഹയർ റീസെയിൽ വാല്യൂ ആയിരിക്കും കമ്പയർഡ് ടു അതർ ഫ്ലാറ്റ്സ് ഡ്യൂ ടു ഹൈ ക്വാളിറ്റി അതുപോലെ തന്നെ ഹൈ ഡിമാൻഡ് കൊണ്ടൊക്കെ. അപ്പോൾ PLC ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേബിൾ വരുന്നത് എങ്ങനെയാണെന്ന്
എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏരിയ ഓഫ് പ്രോപ്പർട്ടി വരുന്നത് 1000 സ്ക്വയർ ഫീറ്റ് ഓർ 92 സ്ക്വയർ മീറ്റർ ആണ്. ലോഡിംഗ് ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 20% ആണ്. അങ്ങനെയാണ് സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത് 1000 + 20%, ദാറ്റ് ഈസ് 1200 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ₹4000 ആണ്. അപ്പോൾ ബേസിക് കോസ്റ്റ് ഓഫ് ഫ്ലാറ്റ് വരുന്നത് 4000 × 1200, ദാറ്റ് ഈസ് 48 lakhs ആണ്. അപ്പോൾ PLC അതായത് പ്രിഫറൻഷ്യൽ ലൊക്കേഷൻ ചാർജ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 5% ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി വരുന്നത് 48 lakh + 5% ആയിരിക്കും. അതായത് 15,40,000 rupees ആയിരിക്കും. ഇനി അടുത്ത എലമെന്റ് വരുന്നത് GST ആണ്. അപ്പോൾ GST ആപ്ലിക്കബിൾ ആവുന്ന അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള പ്രോപ്പർട്ടിയിലാണ്, അതായത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത പ്രോപ്പർട്ടീസിന്. ഇപ്പോൾ അഫോർഡബിൾ ഹൗസ് ആണോ അല്ലയോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് GST വരുന്നത്. ഇപ്പോൾ അഫോർഡബിൾ ഹൗസിന്റെ ഡെഫിനിഷൻ വരുന്നത് ഇതാണ്: മെട്രോപൊളിറ്റൻ ഏരിയ ആണെങ്കിൽ 45 lakhs ബിലോ, അതുപോലെ തന്നെ കാർപ്പറ്റ് ഏരിയ 60 സ്ക്വയർ മീറ്ററിന്റെ താഴെ. ഇനി നോൺ മെട്രോപൊളിറ്റൻ ഏരിയ ആണെങ്കിൽ 45 lakhs ബിലോ പ്ലസ് കാർപ്പറ്റ് ഏരിയ 90 സ്ക്വയർ മീറ്റർ ബിലോ. ഇപ്പോൾ ഉള്ള GST റേറ്റ് അതായത് ആസ് ഓഫ് April 2019 നമുക്ക് നോക്കാം. അപ്പോൾ അഫോർഡബിൾ ഹൗസിംഗിന് 1%, അതുപോലെ തന്നെ നോൺ അഫോർഡബിൾ ഹൗസിന് 5% ആണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്ന നോൺ അഫോർഡബിൾ ഹൗസിന്റെ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് പ്രോപ്പർട്ടി വരുന്നത് 1000 സ്ക്വയർ ഫീറ്റ് ഓർ 92 സ്ക്വയർ മീറ്റർ. ലോഡിംഗ് ഫാക്ടർ അസ്യൂം ചെയ്തിരിക്കുന്നത് 20%. അപ്പോൾ സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത് 1200 സ്ക്വയർ ഫീറ്റ്. പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ₹4000. അങ്ങനെയാണ് ബേസിക് കോസ്റ്റ് ഓഫ് ഫ്ലാറ്റ് വരുന്നത് 48 lakhs ആണ്. അപ്പോൾ നമ്മുടെ PLC നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് 5% ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ വരുന്നത് 15,40,000 rupees ആണ്. ഇപ്പോൾ നോൺ അഫോർഡബിൾ ഹൗസിംഗ് ആയതുകൊണ്ട് തന്നെ GST വരുന്നത് 5% ആണ്. അപ്പോൾ ടോട്ടൽ ആഫ്റ്റർ GST വരുന്നത് 15,40,000 + 5% ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 52,92,000 ആണ്. അപ്പോൾ GST കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് വരുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ് ആണ്. അപ്പോൾ ഏതൊരു ഹൗസ് ഓണറും ആ ഒരു പ്രോപ്പർട്ടി അവരുടെ പേരിൽ രജിസ്റ്റർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പേ ചെയ്യുന്ന ഫീ ആണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അപ്പോൾ ആക്ച്വൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് മെട്രോപൊളിറ്റൻ ഏരിയാസിലും ഡിഫറെന്റ് ആയിരിക്കും. ജനറലി ഇത് ഹൗസ് പ്രോപ്പർട്ടി വാല്യൂവിന്റെ 5 to 7% ആണ്. ബട്ട് ഇത് മാത്രമല്ല, ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ബയർ ആൻഡ് സെല്ലർ തമ്മിൽ ഒരു ഫൈനൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ കോർട്ട് രജിസ്ട്രേഷൻ ഫീസ് ചാർജ് ചെയ്യുന്നതാണ്. ജനറലി അത് എഗ്രിമെന്റ് വാല്യൂവിന്റെ 1 to 2% ആണ്. അതുപോലെ ഇതിനൊരു അപ്പർ ക്യാപ്പ് ഉണ്ട്. അത് ഓരോ പ്ലേസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി കോസ്റ്റ് മോർ ദാൻ 30 lakhs ആണെങ്കിൽ ദെൻ രജിസ്ട്രേഷൻ ചാർജ് ക്യാപ്പ് ചെയ്യുന്നത് 30,000 ആയിരിക്കും. സപ്പോസ് നമ്മളിപ്പോൾ മുംബൈയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ്, മെയിൽ ബയറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് 5%, അതുപോലെ തന്നെ ഫീമെയിൽ ബയറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് 4% ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചാർജസ് വരുന്നത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിന്റെ 1%, അല്ലെങ്കിൽ പ്രോപ്പർട്ടി കോസ്റ്റ് മോർ ദാൻ 30 lakhs ആണെങ്കിൽ 30,000 rupees ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. GST, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ ഇൻഡിപെൻഡന്റ് ഐറ്റംസ് ആണ്. അത് ചാർജ് ചെയ്യുന്നത് ബേസിക് കോസ്റ്റ് പ്ലസ് PLCയുടെ മുകളിലാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ വരുന്നത് 50,40,000 ആണ്. മുംബൈയിൽ ലൊക്കേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ചാർജ് വരുന്നത് 30,000 rupees ആയിരിക്കും. ലെറ്റ്സ് അസ്യൂം നിങ്ങളിപ്പോൾ ഒരു മെയിൽ ബയർ ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവുന്നത് 5% ആയിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ടേബിൾ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏരിയ ഓഫ് പ്രോപ്പർട്ടി വരുന്നത് 1000 സ്ക്വയർ ഫീറ്റ് ഓർ 92 സ്ക്വയർ മീറ്റർ ആണ്. ലോഡിംഗ് ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 20% ആണ്. അങ്ങനെയാണ് സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് 4,000 rupees ആണ്. അപ്പോൾ ബേസിക് കോസ്റ്റ് ഓഫ് ഫ്ലാറ്റ് വരുന്നത് 48 lakhs ആണ്. PLC നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 5% ആണ്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ 48 lakhs + 5% വരും, 50,40,000 വരും. GST വരുന്നത് 50,40,000 മുകളിൽ 5% വരും. അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുമ്പോൾ മഹാരാഷ്ട്ര ആയതുകൊണ്ട് 5% നമ്മൾ 50,40,000 മുകളിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞാൽ പ്രോപ്പർട്ടി വാല്യൂ എബോവ് 30 lakhs ആണെങ്കിൽ 30,000 rupees. അപ്പോൾ ടോട്ടൽ ആഫ്റ്റർ GST, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 55,74,000 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത്, അതായത് ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ടോട്ടൽ കോസ്റ്റ് വരുന്നത് 55,74,000 ആണ്. അതായത് ഒരു അറൌണ്ട് 56 lakh. അപ്പോൾ ഇനി നിങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് പേ ചെയ്യേണ്ട കുറച്ച് ചാർജസിനും കൂടി ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ, അതർ റിക്കറിംഗ് ചാർജസ്. ഇനി നിങ്ങൾ ഫ്ലാറ്റിന്റെ ഓണർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ബേസിൽ ചാർജസ് അതുപോലെ തന്നെ എക്സ്പെൻസസ് ഉണ്ടാവും. ഇപ്പോൾ റണ്ണിംഗ് കോസ്റ്റിൽ വരുന്ന ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ ഡെവലപ്മെന്റ് ചാർജസ്. ഇപ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് അതോറിറ്റീസ് മാൻഡേറ്ററി ആയിട്ട് എക്സ്റ്റേണൽ ഡെവലപ്മെന്റ് ചാർജസ് ചാർജ് ചെയ്യും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ സ്ക്വയർ ഫീറ്റ് ബേസിലായിരിക്കും. അപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യും. ബിൽഡിംഗ് അസോസിയേഷൻ ഒക്കെ ഒരു ചെറിയ ചാർജ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബിൽഡിംഗ് കോംപ്ലക്സിൽ ഒരു എംപ്റ്റി സ്പേസിൽ ഒരു പുതിയ പാർക്ക് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമൺ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓണർക്ക് ഒരു ഫിക്സഡ് കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നതാണ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഫ്ലാറ്റ്. അപ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും, നോർമലി 2,000 to 10,000 ഒക്കെ. അപ്പോൾ സ്കെയിൽ ഓഫ് ഡെവലപ്മെന്റ് അനുസരിച്ച് എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ്.
ഇനി സെക്കൻഡ് റണ്ണിംഗ് കോസ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ഇലക്ട്രിക് കണക്ഷൻ ചാർജസ് ആണ്. അപ്പോൾ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട് ജനറലി ഡെവലപ്പേഴ്സ് ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കണക്ഷൻ കിട്ടാൻ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബേസിക് പ്രൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഒക്കെ അനുസരിച്ച് ഒരു അറൌണ്ട് ഒരു 3,000 to 5,000 ഒക്കെ ആയിരിക്കും എമൗണ്ട് വരുന്നത്. ഇനി തേർഡ് റണ്ണിംഗ് കോസ്റ്റ് വരുന്നത് വാട്ടർ സിവറേജ് ആൻഡ് ഡ്രെയിനേജ് ചാർജസ് ആണ്. അപ്പോൾ എല്ലാ ഹൗസിംഗ് കോംപ്ലക്സിനും വാട്ടർ സിവറേജ് അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ബിൽഡേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ കളക്റ്റീവ്ലി ചാർജ് ചെയ്യുന്നതാണ്. ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അൾട്ടിമേറ്റ്ലി ഈ ഒരു ചാർജ് ബെയർ ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കോംപ്ലക്സിനും ഫിക്സഡ് സിവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ മീറ്റർ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അത് ഓണേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി റെക്കറിംഗ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു 500 to 1,000 per month ആയിരിക്കും. ഇനി മെയിൻ്റെനൻസ് ചാർജ് നോക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റി, ലാൻഡ് വാല്യൂ, ടൈപ്പ് ഓഫ് ഹോം അതുപോലെ തന്നെ സൊസൈറ്റി നിങ്ങൾ ഓഫർ ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ മെയിൻ്റെനൻസ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ബേസിൽ നിങ്ങൾ മെയിൻ്റെനൻസ് ചാർജ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് പല സ്ഥലത്തും ബിൽഡേഴ്സ് 2 മുതൽ 10 വർഷം വരെയുള്ള മെയിൻ്റെനൻസ് ചാർജ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വീട് പർച്ചേസ് ചെയ്യുമ്പോൾ മെയിൻ്റെനൻസ് ചാർജും കൂടി നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻ്റെനൻസ് ചാർജ് ഒരു റിക്കറിംഗ് ചാർജ് ആണ്. അത് നിങ്ങൾ വീട് വാങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ പേ ചെയ്യണം, ഈവൻ നിങ്ങൾ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ് നിങ്ങളൊരു വീട് വാങ്ങുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഫ്ലാറ്റിന്റെ സൈസ് അനുസരിച്ചായിരിക്കും മെയിൻ്റെനൻസ് ചാർജ് വരുന്നത്. അതായത് ലാർജ് ഫ്ലാറ്റിന് ഹൈ മെയിൻ്റെനൻസ് ചാർജ് ആവും ദാൻ സ്മോൾ ഫ്ലാറ്റ്. അപ്പോൾ ജനറലി ഇതൊരു 1,000 to 5,000 per month ആയിരിക്കും. അപ്പോൾ പല റെസിഡൻഷ്യൽ കോംപ്ലക്സിലും പ്രോപ്പർട്ടി സെയിൽ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ മെയിൻ്റെനൻസ് ഡിപ്പോസിറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പീരിയോഡിക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിപ്പോസിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണേഴ്സിന് എല്ലാ മന്തും പേ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരില്ല. അപ്പോൾ ഇത് നോർമലി 2 to 10 years ആയിരിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ 4 റെക്കറിംഗ് ചാർജസും അറൌണ്ട് 1 to 1.5 lakhs വരും ഒരു 24 monthsലേക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഗറും കൂടി നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് തേർഡ് കോസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ തേർഡ് കോസ്റ്റ് വരുന്നത് ഇന്റീരിയർ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അസോസിയേറ്റ് എല്ലാ കോസ്റ്റും നമ്മൾ കണ്ടു. ഇനി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇന്റീരിയർ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇന്റീരിയർ കോസ്റ്റ് നല്ലൊരു എമൗണ്ട് വരാറുണ്ട് നോർമലി. ബട്ട് ഓരോ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിത് നോർമലി നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 50 ലക്ഷത്തിന്റെ ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഒരു 3 മുതൽ 5 ലക്ഷം വരെ ഇന്റീരിയർ കോസ്റ്റ് വരാറുണ്ട്. ലൈക്ക് ഫർണിച്ചർ, ഫിക്ചേഴ്സ്, വാൾ പെയിന്റിംഗ് ഒക്കെ ആയിട്ട്. ബട്ട് നമ്മൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതായത് ബേസിക് കോസ്റ്റിന്റെ ഒരു 1 to 2% ആണ് നമ്മൾ ഇന്റീരിയർ കോസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാറുള്ളൂ. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഇന്റീരിയർ ചെയ്യുന്നവരാണെങ്കിൽ അതൊരു എബോവ് 10% വരെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫൈനൽ വൺ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് കൂടിയാണ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഒരു പ്രോപ്പർട്ടിയുടെ ടോട്ടൽ കോസ്റ്റ് 56 ലക്ഷം എന്നുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരും ഈ ഒരു എമൗണ്ട് കയ്യിൽ വെച്ചിട്ടാവും പ്രോപ്പർട്ടി വാങ്ങുന്നത്. അപ്പോൾ ഹോം ലോൺ യൂസ് ചെയ്തിട്ടാവും ഇത്രയും വലിയൊരു ഫിനാൻസ് നിങ്ങൾ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഹോം ലോൺ ഒക്കെ കറന്റ് ചാർജ് ചെയ്യുന്ന ഒരു 6.5% to 10% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പേയിങ് ബാക്ക് ഓപ്ഷൻ വരുന്നത് 20 വർഷം അല്ലെങ്കിൽ 30 വർഷം അല്ലെങ്കിൽ 40 വർഷം ഒക്കെയാണ്. അപ്പോൾ ബയേഴ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹോം ലോൺ എടുത്തിട്ട് ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ഇൻട്രസ്റ്റും കൂടും. അതുകൊണ്ട് തന്നെ ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 40 ലക്ഷത്തിന് ഹോം ലോൺ എടുക്കുകയാണ്. 8% ഇൻട്രസ്റ്റ് റേറ്റ്. ഡ്യൂറേഷൻ വരുന്നത് 25 വർഷം ആണെങ്കിൽ ലോൺ EMI പെർ മന്ത് വരുന്നത് 30,873 രൂപയായിരിക്കും. അപ്പോൾ 25 വർഷം കൊണ്ട് ടോട്ടൽ എമൗണ്ട് വരുന്നത് 92,61,000 രൂപയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ലോൺ എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ചെറിയൊരു സ്റ്റാർ മാർക്കിൽ എത്ര കമ്പോണൻസ് ഹിഡൻ ആയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ എത്ര കോസ്റ്റ് ആവും ഇൻക്ലൂഡിംഗ് ഇന്റീരിയർ, മെയിൻ്റെനൻസ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കോസ്റ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി 56 ലക്ഷം രൂപ. അതായത് 1000 സ്ക്വയർ ഫീറ്റ് പ്രോപ്പർട്ടിക്ക് പ്രൈസ് വരുന്നത് 4,000 per square feet. അപ്പോൾ അതർ റിക്കറിംഗ് ചാർജസ് 12 monthsലേക്ക് 1 lakh. ഇന്റീരിയർ കോസ്റ്റ് വരുന്നത് 3 lakh. അതായത് 48 lakhsന്റെ 6.25% ഇന്റീരിയർ കോസ്റ്റ്. അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 60 lakh ആണ്. അപ്പോൾ ഇനീഷ്യൽ ബേസിക് കോസ്റ്റ് 48 ലക്ഷം രൂപയായിരുന്നു. അതിൻ്റെ കൂടെ GST, മെയിൻ്റെനൻസ്, ഇന്റീരിയർ എല്ലാം കൂടി ആയപ്പോൾ 56 ലക്ഷം രൂപയായി. പിന്നീട് നമ്മൾ റിക്കറിംഗ് ചാർജസ് ഫോർ 1 year പ്ലസ് ഇന്റീരിയറും കൂടി ആയപ്പോൾ 60 lakhs ആയി. അപ്പോൾ നമ്മുടെ കോട്ടഡ് പ്രൈസിന്റെ 25% കൂടി എക്സ്ട്രാ ആയി. ഇനി നിങ്ങൾ ഹോം ലോൺ വെച്ചിട്ടാണ് ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഫിസിക്കൽ റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള കോസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്.
ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോയുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രോ മലയാളം ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.